أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1515 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീന്റെ ആദ്യത്തെ 10 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് യാസീന്റെ പഠനം നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമാണ് സൂറത്ത് യാസീൻ. 83 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. മക്കയില് അവതരിച്ച സൂറത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് സൂറത്ത് യാസീൻ. ഇതിന്റെ തുടക്കത്തിലുള്ള മുഖത്താഴത്തായ 2 അക്ഷരങ്ങൾ യാ സീൻ, ഈ 2 അക്ഷരങ്ങളാണ് ഈ സൂറത്തിന്റെ പേരായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. യാ സീൻ രണ്ടും അറബി ഭാഷയിലെ അറബി ആൽഫബറ്റിലെ അക്ഷരങ്ങളാണ്. അതേസമയത്ത് ഇങ്ങനത്തെ മുഖത്താഴത്തുകളെ തുടർന്നുള്ള പ്രസ്താവനകൾ വിശുദ്ധ ഖുർആനിൽ അതൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ പലതും അല്ലെങ്കിൽ മിക്കതും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതിന്റെ
ഒരു ഇമ്പമാർന്ന രീതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാം. അപ്പോ യാസീൻ എന്നതാണ് ഈ സൂറത്തിന്റെ പേര്. ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധന ദൗത്യം ഏകദേശം അതിന്റെ പൂർണ്ണതയിലും അതിന്റെ അവസാനത്തിലേക്കുമൊക്കെ എത്തുന്ന ഘട്ടത്തിലാണ്. മക്കയിലെ പ്രബോധന കാലഘട്ടത്തിന്റെ മധ്യഭാഗത്ത്, അതിന്റെ ഏകദേശം അവസാനത്തിൽ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിന്റെ തുടക്കത്തിലൊക്കെയാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് എന്നതാണ് ഇതിന്റെ ഉള്ളടക്കവും അതിന്റെ ശൈലിയും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. ഹിജ്റക്ക് സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് ഹിജ്റ നിർവഹിക്കാൻ വേണ്ട സാഹചര്യവും ചുറ്റുപാടും ഒക്കെ ആയി വന്നിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം. ഈ സൂറത്തിന്റെ ഉള്ളടക്കം അങ്ങനെ ഒരു ദേശത്യാഗ പ്രവർത്തനത്തിലേക്ക് സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ, അതിനവരെ സജ്ജമാക്കുന്ന, അതിന് മാനസികമായി തയ്യാറാക്കിയെടുക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ സൂറത്തിന്റെ ഉള്ളടക്കത്തിലെ ചില സൂചനകളും മക്കയിൽ അവതരിച്ച സൂറത്തുകളുടെ മുഖ്യമായ വിഷയങ്ങളാണ് ഈ സൂറത്തിലും കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന കാര്യം ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത് ഏത് ഘട്ടത്തിലാണ് എന്നത് ഒരു വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. അപ്പോ ഈ സൂറത്തിന്റെ പേര് സൂറത്ത് യാസീൻ എന്നാണ് ഇന്ന് സൂചിപ്പിച്ചല്ലോ ഞാൻ. ഇത് ഈ സൂറത്തിന്റെ വിഷയം പരാമർശിക്കുന്ന ഒരു പേരല്ല, മറിച്ച് സൂറത്തിന്റെ തുടക്കത്തിലുള്ള മുഖത്താഴത്തായ 2 അക്ഷരങ്ങൾ, അത് ഇതിലെ ആദ്യത്തെ ആയത്തുമാണ്. യാസീൻ എന്നത് ഈ സൂറത്തിലെ ആദ്യത്തെ ആയത്താണ്. അതാണ് ഈ സൂറത്തിന്റെ പേരായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്തിന്റെ പ്രതിപാദ്യ വിഷയങ്ങള് സൂചിപ്പിക്കുന്ന ഒരു തലക്കെട്ടല്ല യാസീൻ എന്നത്. അപ്പോ ഹിജ്റയുടെ സാഹചര്യം ഒരുങ്ങുന്ന ആ ഘട്ടത്തിൽ, ഹിജ്റയുടെ അടുത്തൊരു ഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നതിന്റെ ഉള്ളടക്കം വെളിപ്പെടുത്തുന്ന കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. ഈ സൂറത്തിലെ പ്രതിപാദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് പരിശോധിക്കുമ്പോൾ ഇതിൽ പല എപ്പിസോഡ്സും വളരെ നമ്മളെ വല്ലാതെ ഹൃദയസ്പർശിയായ വിധത്തിൽ തന്നെ സ്വാധീനിക്കുന്ന പല വിവരണങ്ങളും ഈ സൂറത്തിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളടക്കം അടിസ്ഥാനപരമായി 3 കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് ഉള്ളത് എന്നത് കാണാൻ സാധിക്കും. സൂറത്ത് അവതരിക്കുന്ന പശ്ചാത്തലം ഹിജ്റക്ക് സാഹചര്യം ഒരുങ്ങിയ ഒരു ഘട്ടത്തിലാണെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനെ നിഷേധിക്കുന്ന മക്കയിലെ ആളുകളുടെ നിലപാട് വളരെ കടുത്തതായി മാറിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായി നശിപ്പിച്ചു കളയാൻ പല ശ്രമങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മക്കയിലെ ആളുകൾ. എത്യോപ്യയിലേക്കുള്ള ഹിജ്റ അനിവാര്യമായി വന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷവും മക്കയിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തോടുകൂടി അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ടായിരുന്നില്ല. പ്രാതികൂല്യങ്ങൾ വളരെ കൂടിക്കൂടി വരികയും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണത്. എല്ലാ വിധത്തിലുള്ള അക്രമവും അവര്
ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. മാനസികമായ പീഡനം തീർച്ചയായിട്ടും ഉണ്ട്. കൂടാതെ വിശ്വാസികളിൽ പലരും തന്നെ വളരെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന ഒരു കാഴ്ചയും അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകള് വളരെ പരസ്യമായി പരിഹസിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നതാണ് വേറൊരു വിഷയം. കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു എന്നതും ഒക്കെ തന്നെ ആ സാഹചര്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ സൂറത്തില് ഈ പ്രാതികൂല്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ സത്യവിശ്വാസികൾക്ക് വളരെയേറെ മനസ്സിന് ആനന്ദം പകരുന്ന, അവരെ വളരെയേറെ വിശ്വാസപരമായ ദാർഢ്യതയുള്ളവരാക്കി മാറ്റുന്ന വിധത്തിലുള്ള, കരുത്തു പകരുന്ന വിധത്തിലുള്ള ആശയങ്ങൾ അടങ്ങിയ ആയത്തുകൾ ഒട്ടേറെ ഈ സൂറത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ ഖുറൈശികളായ സത്യനിഷേധികൾക്ക് കടുത്ത ഭാഷയിലുള്ള താക്കീത് ഈ സൂറത്തിന്റെ പ്രത്യക്ഷമായും പരോക്ഷമായും അതിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്പം ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ തന്നെ സ്വരം കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ശൈലി ഖുറൈശി കുഫാറുകളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഈ സൂറത്തില് പ്രകടമാണ്. 3 അടിസ്ഥാന കാര്യങ്ങളാണ് തെളിവുകളുടെ പിൻബലത്തോടുകൂടി ഈ സൂറത്തില് ഉയർത്തി കാണിക്കപ്പെടുന്നത്. അതിലൊന്നാമത്തേത്, മക്കയിലെ മിക്കവാറും സൂറത്തുകളിലൊക്കെ തന്നെ ഈ 3 വിഷയങ്ങളും ശക്തമായ രീതിയിൽ വരുന്നുണ്ട്. അതിലൊന്നാമത്തേത് അള്ളാഹുവിന്റെ ഏകത്വം എന്ന വിഷയമാണ്. ഏകദൈവത്വം എന്ന ആശയം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിൻബലത്തോടുകൂടി സ്ഥാപിക്കുന്ന ഒരു ശൈലി ഈ സൂറത്തിന് മക്കയിലെ മറ്റു പല സൂറത്തുകളിലെയും പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഫലപ്രദമായ വിധത്തിലൊക്കെ ഈ സൂറത്തിൽ കാണാൻ കഴിയും. ഏകദൈവത്വം എന്നത്, തൗഹീദ് എന്നത്, അള്ളാഹുവിന്റെ ഏകത്വം എന്നത്, പ്രപഞ്ചനാഥൻ എന്ന ഏകശക്തിയെക്കുറിച്ചുള്ള പ്രാപഞ്ചികമായ പിൻബലമായിക്കൊണ്ടുള്ള തെളിവുകളാണ് ഈ സൂറത്ത് ചൂണ്ടിക്കാണിക്കുന്ന പ്രാധാന്യമുള്ളൊരു കാര്യം. രണ്ടാമത്തേത് പാരത്രിക ജീവിതം അല്ലെങ്കിൽ ആഖിറത്ത് എന്ന വിഷയമാണ്. സാമാന്യ ബുദ്ധി കൊണ്ട് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുടെ പിൻബലത്തില്, അതുപോലെ മനുഷ്യാസ്തിത്വത്തെ പരാമർശിച്ചുകൊണ്ടൊക്കെ തന്നെ നിഷേധിക്കാൻ കഴിയാത്ത വിധത്തില് സ്ഥാപിക്കുകയാണ് പാരത്രിക ജീവിതം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യം. പ്രകൃതിയിലെ പല തെളിവുകളുമാണ് ഇതിന് പിൻബലമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മനുഷ്യന്റെ സാമാന്യ യുക്തിയും സാമാന്യ ബുദ്ധിയും ഒക്കെ തന്നെ നടത്തുന്ന ഒരു തേട്ടമുണ്ട്, ഒരു അനിവാര്യമായ ഒരു പാരത്രിക ജീവിതം എന്നൊരു സംഗതി. അത് മനുഷ്യന്റെ മനഃശാന്തി അടയുന്നതിന് വേണ്ടി തന്നെ ആവശ്യമായ, കാരണം ഈ ഭൂമുഖത്തെ ഇടപാടുകളിലൂടെ സംഗതികൾ അവസാനിക്കില്ല എന്നതാണ് ഇവിടുത്തെ എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ഒരു സ്വഭാവം. കാരണം നീതി നടപ്പിലാക്കപ്പെടുന്ന, നീതി നിർവഹിക്കപ്പെടുന്ന, നീതി അനുവദിച്ചു നൽകപ്പെടുന്ന ഒരനുഭവം അല്ല എല്ലായ്പ്പോഴും മനുഷ്യനുണ്ടാവാറുള്ളത്. പല ട്രാൻസാക്ഷൻസും റൗണ്ട് ഓഫ് ചെയ്യാതെ കിടക്കുകയാണ് പലരുടെയും കാര്യത്തിൽ. അപ്പൊ ഇതിനൊക്കെ ഒരു നിവൃത്തി ഉണ്ടാകുന്ന ഒരു സന്ദർഭം വളരെ അനിവാര്യമാണ് എന്നത് മനുഷ്യന്റെ സാമാന്യ യുക്തി തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ മനുഷ്യാസ്തിത്വത്തിന്റെ തുടക്കം, അതിന്റെ വളർച്ച, വികാസം, പരിണാമം, അതിന്റെ ഒടുക്കം, ഈ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടും മനുഷ്യന്
പാരത്രിക ജീവിതം എന്നത് ഒരു അനിവാര്യതയാണ് എന്നത് ബോധ്യപ്പെടുക സാധ്യമായ ഒരു സംഗതിയാണ്. അത് സംബന്ധമായ ചില സൂചനകൾ ഈ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വമാണ് അവിടെ വെല്ലുവിളിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അള്ളാഹുവിന്റെ ദൂതൻ അവർക്കിടയിൽ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം അവകാശപ്പെടുന്ന വിധത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന്റെ ദൂതനായിട്ടാണ് താൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം സമൂഹം അംഗീകരിക്കാത്ത ഒരു വിഷയം വളരെ രൂക്ഷമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ അതിന് യുക്തിയുടെയും അതുപോലെ ചരിത്രത്തിന്റെ വെളിപ്പെടുത്തലുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രവാചകത്വം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ചില പ്രതിപാദ്യങ്ങൾ ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യക്ഷത്തിൽ അവരുടെ മുന്നിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വം തന്നെ ഒരു വലിയ തെളിവാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന കാര്യവും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ബന്ധം, അദ്ദേഹം ആ വിഷയത്തിൽ കാണിക്കുന്ന പ്രതിബദ്ധത, അദ്ദേഹത്തിന്റെ പ്രവാചകനായി രംഗത്ത് വരുന്നതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ജീവിതം, ആ കാലഘട്ടങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള്, നിലപാടുകള്, ഇതൊക്കെ വെളിപ്പെടുത്തിയിരുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും സത്യസന്ധതയും സ്വഭാവവും മഹിമയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഭൗതികമായ യാതൊരു താല്പര്യവും മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളായിരുന്നില്ല അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്നത് എന്നത് ഇപ്പോ പ്രവാചകനായി രംഗത്ത് വന്നിട്ടുള്ളത് എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ഒരു കുറുക്കുവഴിയായിട്ട് തോന്നുന്ന യാതൊന്നും തന്നെ അദ്ദേഹത്തിൽ കാണാതിരിക്കുന്നത്. ഇതൊക്കെ തന്നെ അതിനു പുറമെ അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രൗഢോജ്വലമായ ജീവിത ദർശനം അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള സന്ദേശം, അതിന്റെ ഇൻവിൻസിബിലിറ്റി, അതിന്റെ അജയ്യത, ഈ കാര്യങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് അള്ളാഹു ഇവിടെ അനുവാചകരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ ആവുക എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് എന്നതാണ്. മറ്റൊരു സാധ്യതയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ അള്ളാഹു മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്നത് കാണാം. തുടർന്ന് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പോകുന്നുണ്ട്. അവിടെ ആരാണ് മുഹമ്മദ്, എന്താണ് മുഹമ്മദ് എന്നത് അതിഗംഭീരമായ എന്നാൽ വളരെ സംക്ഷിപ്തമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവരിക്കുകയാണുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ വിലയിരുത്തപ്പെടുമ്പോൾ അദ്ദേഹം പ്രഥമമായിട്ടും അതുപോലെ ഏറ്റവും പ്രാധാന്യമുള്ള വിധത്തിലും അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതാണ് അദ്ദേഹത്തെ പ്രസക്തനാക്കുന്നത്. വേറെ എന്ത് നിർവചനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വിലയിരുത്തുന്നതും അപര്യാപ്തമായതും ശരിയായതല്ലാത്ത അല്ലെങ്കിൽ തികവാർന്നതല്ലാത്ത വിധത്തിലുള്ളതും ആയിട്ട് മാറുകയേ ഉള്ളൂ. അബ്ദുള്ളയുടെയും ആമിനയുടെയും മകൻ എന്ന നിലക്കുള്ള ഒരു വിവരണം, അബ്ദുൽ മുത്തലിബിന്റെ പൗത്രൻ എന്നുള്ള നിലക്കുള്ള ഒരു വിവരണം, അബൂ താലിബിന്റെ സഹോദരപുത്രൻ എന്നുള്ള നിലക്കുള്ള വിവരണം, ചരിത്രത്തില് ദിഗ്വിജയങ്ങൾ നടത്തിയ ഒരു വലിയ നേതാവ് എന്നുള്ള നിലക്കുള്ള വിവരണം, ഇതൊക്കെ തന്നെയും സാധ്യമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത്. മുഹമ്മദുൻ റസൂലുള്ളാഹ്
ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയ, ഏറ്റവും പൂർണ്ണതയുള്ള നിർവചനം. എന്താണ്, ആരാണ് മുഹമ്മദ് എന്നതിനുള്ള ഉത്തരം. അത് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് നൽകുന്നുണ്ട്. ആ ആശയത്തിന്റെ വേറെ ചില തലങ്ങളിലുള്ള വികസിപ്പിക്കല് നമുക്ക് ഈ സൂറത്തില് വളരെ ശ്രദ്ധേയമായ വിധത്തിൽ തന്നെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ത്യാഗം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ക്ലേശങ്ങള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവിത ദർശനം, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിനുള്ള വളരെ ഫലപ്രദമായ തെളിവുകളായിട്ട് അനുവാചകർക്ക് ബോധ്യപ്പെടും. അന്വേഷകരായ, സത്യം തേടുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങളുള്ളത്. സൂറത്ത് യാസീനിൽ അല്ലാഹു വളരെ ശ്രദ്ധേയമായ വിധത്തിൽ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ റസൂലുള്ള എന്ന പദവിയെ ഏത് വിധത്തില് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നത് വ്യക്തമാക്കുന്ന വിധത്തിലാണ്. അപ്പൊ മുഹമ്മദുൻ റസൂലുള്ള എന്നൊരു വിഷയം, ഇതാണ് ഈ സൂറത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. സൂറത്ത് യാസീൻ വിശുദ്ധ ഖുർആനിലെ വളരെ പ്രാധാന്യമുള്ള ഒരു സൂറത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണങ്ങളിൽ നിന്നും പിന്നിട്ട 10-15 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക സമൂഹം അതിനെ നോക്കിക്കാണുന്ന രീതിയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിക്ക മുസ്ലിം കുടുംബങ്ങളിലും സൂറത്ത് യാസീൻ മനഃപ്പാടമാക്കാൻ ചെറിയ പ്രായക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് യാസീനെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായത് സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ ആണ് എന്നാണ്. വിശുദ്ധ ഖുർആന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. ഹൃദയമാണ് ഒരു ശരീരത്തില് ജീവനുണ്ട് എന്നതിന്റെ ജീവൽ സാന്നിധ്യം അറിയിക്കുന്ന ഒരു അവയവം. ഹൃദയത്തിന്റെ ചലനം നിന്നു കഴിഞ്ഞാൽ, ഹൃദയത്തിന്റെ തുടിപ്പ് ഇല്ലാതായി കഴിഞ്ഞാൽ ജീവനറ്റ, ചേതനയറ്റ ഒരു സംഗതിയായിട്ട് പിന്നെ നമ്മൾ ആ വ്യക്തിയെ കാണുകയുള്ളൂ. ജഡമായി മാറിയിട്ടുണ്ടാവും. മുസ്ലിം വ്യക്തികളെ, വിശ്വാസികളെ, അതുപോലെ സമൂഹങ്ങളെയൊക്കെ ജീവന്റെ തുടിപ്പുള്ളവരായി, അവരില് സത്യവിശ്വാസത്തിന്റെ ചൈതന്യവും ജീവന്റെ തുടിപ്പും ഒക്കെ നിലനിർത്തുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള, ഹൃദയങ്ങളെ ജീവസുറ്റതാക്കി മാറ്റുന്ന ഒരു കാര്യമാണ് സൂറത്ത് യാസീൻ നിർവഹിക്കുന്നത് എന്നതാണ് അതിന് ഈ പേര് നൽകപ്പെടുന്നതിന്, അല്ലെങ്കിൽ ഈ വിധത്തിൽ അതിന് വിവരിക്കപ്പെടുന്നതിന് കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഖൽബുൽ ഖുർആൻ എന്ന് പറയുന്നത് അത് അതിന്റെ പ്രാധാന്യമാണ് ഒന്നാമതായി കാണിക്കുന്നത്. അതുപോലെ എങ്ങനെയാണോ ഒരു ഖൽബ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാകുന്നത്, ആ വിധത്തില് ഒരു വിശ്വാസിയുടെ കാര്യത്തില് സൂറത്ത് യാസീൻ അയാളുടെ ഈമാൻ ചലനാത്മകതയുള്ള, അതുപോലെ ജീവന്റെ തുടിപ്പുള്ളതാക്കി മാറ്റുന്ന ഒരു കാര്യം സൂറത്ത് യാസീനിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. സൂറത്ത് യാസീനെ കുറിച്ചുള്ള ഈ വിവരണം, ഖൽബുൽ ഖുർആൻ എന്ന വിവരണം നമ്മൾ ഓർക്കുമ്പോൾ അതിനോട് ചേർത്ത് നമ്മൾ ഓർക്കാൻ ഇടയുള്ള ഒരു സംഗതിയാണ് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചുള്ള ഉമ്മുൽ ഖുർആൻ എന്ന വിവരണം. ഖുർആന്റെ മാതാവ്, അല്ലെങ്കിൽ ഖുർആന്റെ അന്തസത്ത, ഖുർആന്റെ സാരാംശം എന്നൊക്കെയുള്ള വിധത്തിൽ മനസ്സിലാക്കപ്പെടുന്ന
ഈ ഉമ്മുൽ ഖുർആൻ എന്ന വിധത്തിൽ പരാമർശിക്കപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ. ഇത് രണ്ടും പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഒന്ന് ഉമ്മുൽ ഖുർആൻ എന്ന് വിവരിക്കപ്പെടുമ്പോൾ മറ്റത് ഖൽബുൽ ഖുർആൻ എന്നാണ് വിവരിക്കപ്പെടുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിർദ്ദേശം നൽകിയത് സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, ഇഖ്റഉ സൂറത്ത് യാസീൻ അല മൗതാക്കും എന്നാണ്. നിങ്ങളിൽ മരണാസന്നരായ ആളുകളെ സൂറത്ത് യാസീൻ ഓതി കേൾപ്പിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പലരും ഇത് മരണശേഷം ഓതി കേൾപ്പിക്കുന്ന ഒരു രീതിയൊക്കെ പിന്തുടർന്നു വരുന്നത് കാണാം. അത് യഥാർത്ഥത്തിൽ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മരണാസന്നരായ ആളുകളെ വിശ്വാസപരമായ ശരിയായ ഒരു സ്പന്ദനമുള്ള അല്ലെങ്കിൽ തുടിപ്പുള്ള ആളുകളാക്കി ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ കൃത്യമായ ബോധ്യമുള്ളവരാക്കിക്കൊണ്ട് അവരെ അള്ളാഹുവിലേക്ക് തേട്ടമുള്ളവരാക്കി മാറ്റുന്നതിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണത്. അതിൽ പ്രതിപാദിക്കപ്പെടുന്ന കാര്യങ്ങള് ആ ആയാത്തുകളിലൂടെ ഒരാളുടെ മനസ്സ് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അയാൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സുദൃഢമാകാൻ അത് കാരണമാകും. അയാളിൽ വന്നു ചേർന്നിട്ടുണ്ടാവാനിടയുള്ള വിശ്വാസത്തിന് കളങ്കം വരുത്തുന്ന പല കാര്യങ്ങളും അയാളുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകാനും, അല്ലെങ്കിൽ അവയുടെ പേരിൽ അള്ളാഹുവിനോട് മനസ്താപത്തോടു കൂടി അള്ളാഹുവിലേക്ക് തിരിയുന്ന തൗബ നിർവഹിക്കുന്ന ആളായി മാറാനും, അള്ളാഹുവിനോട് പ്രതീക്ഷയോടുകൂടി തന്റെ തേട്ടങ്ങള് അവതരിപ്പിക്കാൻ മനസ്സ് പാകപ്പെടുന്നതിനൊക്കെ വളരെയേറെ പ്രയോജനകരമായ കാര്യങ്ങളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ വിധത്തിലൊരു തദിക്കിറത്തായിട്ട് വലിയൊരു ഉണർത്തലായിട്ട് ഈ സൂറത്ത് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് മരണാസന്നരായ ആളുകളെ ഓതി കേൾപ്പിക്കുമ്പോൾ അതിന്റെ പാരായണ ഭംഗിയിലുള്ള ആ പാരായണം നിർവഹിക്കുക എന്നത് പ്രധാനമാണ്, ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഈ സൂറത്തിന്റെ ആശയം ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള അതിന്റെ സാരം കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയും വളരെയേറെ നന്നായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറബി ഭാഷ ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഖുർആന്റെ ആയാത്തുകൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ മരണാസന്നരായി കഴിയുന്ന ആളുകളെ സൂറത്ത് യാസീൻ കേൾപ്പിക്കുക എന്നത് ഒരുപക്ഷെ ഏറ്റവും നന്നാവുക സൂറത്ത് യാസീന്റെ പാരായണത്തോടൊപ്പം അത് വളരെ ലളിതമായിട്ട്, വളരെ സംക്ഷിപ്തമായിട്ട് അതിന്റെ സാരം പറഞ്ഞു കൊടുക്കുന്ന വല്ലതും കൂടി അതിന്റെ കൂടെ കേൾപ്പിക്കുകയാണെങ്കിൽ അത് വളരെ ഫലപ്രദമായിരിക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അപ്പോ സൂറത്ത് യാസീൻ കേൾപ്പിച്ചു കൊടുക്കുകയും അതിന്റെ ആശയം കേൾപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവാൻ ഇടയുള്ള അനിസ്ലാമികതയെ ഇല്ലാതാക്കാനും, മനസ്സിന്റെ മരവിപ്പ് ഇല്ലാതാക്കാനും, ഹൃദയത്തിന്റെ തുടിപ്പ് പോലെ ഈമാന്റെ തുടിപ്പ് അവരുടെ അവരിൽ പ്രവർത്തനക്ഷമമാക്കാനും ഒക്കെ അത് ഉപകരിക്കും എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോ ഇസ്ലാമിക വിശ്വാസം, ഇസ്ലാമിന്റെ വിശ്വാസപരമായ അടിത്തറകൾ ഇതൊക്കെ തന്നെ മനസ്സിൽ, അതുപോലെ പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃഢബോധ്യം, ഇതൊക്കെ മനസ്സിൽ രൂപപ്പെടുന്നതിന് വേണ്ടി സൂറത്ത് യാസീൻ മരണാസന്നരായ ആളുകളെ
പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നത് അവരുടെ ആ അന്ത്യയാത്രക്ക് അവരെ സംബന്ധിച്ചിടത്തോളം തയ്യാറാവുന്നതിനുള്ള, മാനസികമായി സജ്ജമാവുന്നതിനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സഹായമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിന്റെ ഉള്ളടക്കം ഞാൻ സൂചിപ്പിച്ച പോലെ 3 സംഗതികളിൽ ഫോക്കസ്ഡ് ആണ്. ഒന്ന് അള്ളാഹുവിന്റെ ഏകത്വമാണ്. അത് പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളുടെയും ഒക്കെ പിൻബലത്തിലാണ് അള്ളാഹു ഇവിടെ സ്ഥാപിക്കുന്നത്. രണ്ടാമത് വരുന്നത് പാരത്രിക ജീവിതം എന്ന വസ്തുതയാണ്. അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന പല തെളിവുകളുമാണ് അള്ളാഹു ഇവിടെ അവതരിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വം എന്നത് വളരെ അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതൊക്കെയാണ് ഈ സൂറത്ത് യാസീന്റെ മുഖ്യമായ പ്രതിപാദ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സൂറത്ത് യാസീൻ വിശുദ്ധ ഖുർആനിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നത് വ്യക്തമാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഖൽബുൽ ഖുർആൻ എന്ന് വിവരിക്കുകയുണ്ടായതും അതുപോലെ മരണാസന്നരായ ആളുകൾക്ക് അത് കേൾപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളതും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ സൂറത്ത് യാസീനും സൂറത്തുൽ ഫാത്തിഹയും ഏത് വിധത്തിലാണ് വിശുദ്ധ ഖുർആനിലെ അവയുടെ സാന്നിധ്യം, അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കൂടി ചെയ്തു. ഇത്രയൊക്കെയാണ് സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക്, ഇതിന്റെ ആയാത്തുകളുടെ തലങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് വരുന്ന ആളുകളിൽ 83 ആയത്തുകളുള്ള ഈ സൂറത്ത് പഠന വിധേയമാക്കാൻ, ഇത് ചെറിയ ആയത്തുകളാണെങ്കിലും നമുക്ക് ഏതാനും സെഷൻസ് തീർച്ചയായിട്ടും വേണ്ടി വരും. ഒരു മാസമെങ്കിലും എടുത്തുകൊണ്ട് നമുക്കിത് പഠിച്ച് മുഴുവനാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊരു വളരെ ഫലപ്രദമായ ഒരു യാത്രയാവട്ടെ വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിലൂടെയുള്ള നമ്മുടെ ഈ പ്രയാണം, ഈ യാത്ര എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.